നിന്റെ ഉള്ളിന്റെ ഉള്ളറയിൽ ആത്മാവിന്റെ സ്നേഹം ആത്മനിയന്ത്രണത്തിലേക്ക് ആക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് നിനക്ക് എന്തിന്റെ മുമ്പിലും ഒന്നുമില്ലായ്മയിലെ മുമ്പിലും നിനക്ക് നിൽക്കാൻ പറ്റുന്നതും നിനക്ക് ചിന്ത പോലും ഇല്ലാതെ ധൈര്യത്തിൽ നിൽക്കുന്നതിന്റെ അത്ഭുതത്തിന്റെ ഒരു വലിയ നിറവാണ് ആ ആത്മാവിന്റെ സ്വഭാവം. ആ ആത്മാവിന്റെ സ്വഭാവത്തിന്റെ പേരെന്താണ്? ഈശോ. ഒന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, ഈശോയേന്ന് വിളിച്ചേ, സ്വീകരിച്ച ഈശോയെന്ന് വിളിച്ച് ഈ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രതികരിക്കുക, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുമ്പോൾ ഇന്നലെ എന്റെ കടഭാരം എന്റെ മുമ്പിൽ വന്നു, ഇന്നലെ എന്റെ ഇല്ലായ്മകൾ വന്നു, ഇന്നലെ എന്റെ ദുഃഖം വന്നു, ഇന്നലെ എന്റെ പ്രയാസം വന്നു, ഇന്നലെ എന്റെ രോഗം വന്നു, ഇന്നലെ എന്റെ ചിന്തകൾ എന്നെ ഭരിച്ചപ്പോഴും ഇല്ല, ഇന്നലെ വരെ എന്നെ നീ ഭരിച്ചു. പക്ഷെ ഞാൻ വേറൊരു ആത്മാവിനെ അറിഞ്ഞു. ആ യേശുവിന്റെ ആത്മാവിനെ ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് ധൈര്യം പങ്കിട്ടപ്പോൾ എനിക്ക് പിന്നെ എല്ലാം ഉണ്ടാകാനുള്ളത് എന്റെ ഉള്ളിൽ വസിക്കുന്നവൻ എന്നിലൂടെ നടത്തും എന്നുള്ള ഒരു ബോധ്യവും ഒരു ജയവും. ഒന്ന് പറഞ്ഞേ, ഒരു ബോധ്യവും ഒരു ജയവും. ഈ ആത്മാവിന്റെ ഒരു പരിശീലനമാണ് നമ്മളെ നടത്തുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ശക്തിയുണ്ട്, ആത്മനിയന്ത്രണമുണ്ട്, ഒരു വലിയ ചിന്തകളെ മാറ്റുന്നുണ്ട്, ഒരു വലിയ വഴികളെ നടത്തുന്നുണ്ട്, വലിയ പ്രകാശങ്ങളെ ദൈവം നടത്തുന്നുണ്ട്. ഇന്നലെ എന്നെ കീഴ്പ്പെടുത്തുമോ എന്ന് ചിന്തിച്ചതിനെ ഇപ്പോൾ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. നമ്മളെ